അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന വലിയ സൗഭാഗ്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ എന്ന് പറയുന്നത്, അല്ലേ? എല്ലാവരും കൊതിക്കുന്നത് നമ്മുടെ മക്കളുടെ സന്തോഷവും അവരുടെ കുടുംബജീവിതവും അവരുടെ ജീവിതത്തിൽ നല്ലൊരു ഇണയെ കിട്ടലും സന്തോഷത്തോടു കൂടെ ജീവിക്കണമെന്ന് തന്നെയാണ്. നമ്മുടെയൊക്കെ ആ ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും സാധിച്ചു തരട്ടെ. അതിനു വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്, അല്ലേ? അല്ലാഹു തആല അവർക്കൊക്കെ അവരുടെ മക്കളുടെ കാര്യത്തിൽ എല്ലാം അല്ലാഹു തആല ബറക്കത്ത് ഖൈർ അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനിത് പറയാനുള്ള കാരണം, ഇത് പ്രാർത്ഥിക്കാനുള്ള കാരണം, ഒരു ദിവസം ഒരു പ്രിയപ്പെട്ട ഉമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ വളരെ പ്രയാസത്തിലാണ്, എനിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. എൻ്റെ പൊന്നു മകള് അവരുടെ പ്രിയപ്പെട്ട ഭർത്താവ് വളരെ സ്നേഹത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ എൻ്റെ ഒരു കുടുംബത്തിൽ നിന്നൊരു വിവാഹം എൻ്റെ മകൾക്ക് വന്നു. ആ വിവാഹം ഞാൻ നടത്തി കൊടുക്കാമെന്ന് എൻ്റെ ബന്ധപ്പെട്ടവരുമായിട്ടൊക്കെ തീരുമാനിച്ച് ഓക്കെ ആക്കി. അങ്ങനെ വിവാഹത്തിൻ്റെ ആ ദിവസം അങ്ങനെ നിക്കാഹ് കഴിഞ്ഞു. ഞങ്ങൾക്ക് വിവാഹത്തിന് ചെറിയ താമസം വേണമെന്ന് പറഞ്ഞ് കുറച്ച് സാവകാശം എടുത്തു. നിക്കാഹ് കഴിഞ്ഞതല്ലേ, പിന്നെ അവൻ്റെ ഭാര്യയാണല്ലോ, അവന് പലയിടങ്ങളിലേക്ക് കൊണ്ടുപോകും, പല സ്ഥലങ്ങളിലേക്ക് അവർ യാത്ര പോകും, മറ്റുമൊക്കെ. പക്ഷേ വരുന്ന ഓരോ സമയങ്ങളിലും ഇവന്റെ സ്വഭാവങ്ങൾക്ക് മാറ്റം വരാൻ തുടങ്ങി. എപ്പോഴും ദേഷ്യപ്പെടുന്ന സ്വഭാവം, അടിക്കുന്ന സ്വഭാവം, ചീത്ത പറയുന്ന സ്വഭാവം. എൻ്റെ പ്രിയമുള്ളവർ, ഈ ഒരു സ്വഭാവം കണ്ട് എപ്പോഴും അവർ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ പെൺകുട്ടി വീട്ടിലേക്ക് തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് വരിക. എന്താണെന്ന് ചോദിച്ചാൽ പറയും, അവന് തല്ലി ഉമ്മ, അല്ലെങ്കിൽ അവൻ ചീത്ത പറഞ്ഞു ഉമ്മ. ഇങ്ങനെ സങ്കടം അവൾ പറയാറുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനിത് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ആലോചിച്ചു, പടച്ചവനെ, നിക്കാഹ് കഴിഞ്ഞിട്ടേ ഉള്ളല്ലോ, കുടുംബജീവിതം തുടങ്ങുകയാണല്ലോ. ഞാൻ ആ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്ന ഒരു ഭർത്താവാണ് എങ്കിൽ നമുക്ക് അവൻ്റെ കൂടെ നിൽക്കണ്ടല്ലോ. പരിശുദ്ധ ദീൻ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് തന്നിട്ടുണ്ടല്ലോ, അവനെ നമുക്ക് ഒഴിവാക്കി കൂടായിരുന്നോ എന്ന്. ആ പ്രിയപ്പെട്ട ഉമ്മ പറയാണ്, എൻ്റെ പ്രിയമുള്ളവരെ, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ത്വലാഖൊന്നും ഇന്നവരെ നടന്നിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും ഞങ്ങളെ വീട്ടിലുണ്ടായിട്ടില്ല, കുടുംബത്തിലുണ്ടായിട്ടില്ല. അപ്പൊ ഇത് ഞങ്ങൾ ത്വലാഖ് ചൊല്ലിയാൽ നാട്ടുകാരും കുടുംബക്കാരൊക്കെ എന്താ പറയാ എന്നുള്ളത്, നമ്മൾ എന്താ പറയാ എന്നല്ല നോക്കേണ്ടത്. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് അങ്ങനെ വിചാരിച്ചത് കൊണ്ട് ആ കുട്ടിയുടെ അവസ്ഥ ഇന്നും സ്വന്തം വീട്ടിൽ ഒരു കുട്ടിയുണ്ട്, സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കേണ്ട അവസ്ഥ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അവൻ വേറെ വിവാഹം കഴിച്ചു, ആ കുടുംബ ജീവിതം, അവരുടെ ആ ദാമ്പത്യ ജീവിതം തന്നെ തകർന്നു പോയി. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആ അവസ്ഥ. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഭർത്താവ് ഭാര്യയെ മനസ്സിലാക്കണം, ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കണം. പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടുള്ള ജീവിതം എത്ര സുന്ദരമായിരിക്കും ആലോചിച്ച് നോക്കൂ നിങ്ങൾ. കുടുംബജീവിതം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെയാണ്. ആ മനസ്സിലാക്കുന്ന കാഴ്ചകളാണ്, നമ്മൾ ചിന്തിക്കുന്ന കാഴ്ചകളാണ്, കാണുന്ന കാഴ്ചകളാണ് നന്മയുടെ പക്ഷത്തേക്ക് നമുക്ക് ചേർത്താൻ കഴിയുന്നത്. പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടുള്ള ആ കാഴ്ചയും ചിന്തയും ഒക്കെ അതാലോചിച്ച് നോക്കൂ, എത്ര സൗന്ദര്യമായിരിക്കും അതിന്. ആ ഉമ്മ അത് പറഞ്ഞപ്പോൾ ഞാൻ ഏറെ സങ്കടപ്പെട്ടു പോയി. ആ ഉമ്മ അത് പറയുമ്പോൾ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. ഞാൻ ചോദിച്ചു, ഉമ്മ, നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നല്ലോ, എന്തിനാണ് നമ്മുടെ മക്കളെ നമ്മൾ കൊലക്ക് കൊടുക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട വാപ്പമാര്, ഉമ്മമാര്, പെൺകുട്ടികൾ മനസ്സിലാക്കണം ഈ സംഭവം. ഇത് ഞാൻ പറയുന്നത്, ഞാൻ കേട്ടത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അനുഭവം ഇല്ലാതിരിക്കാനാണ്. ഇപ്പൊ പല പെൺകുട്ടികളും അവർക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ പോവുകയാണ്, അല്ലെ? അവൻ കള്ളു കുടിക്കാം, വ്യഭിചാരിയാകാം, അവൻ അടിക്കുന്നവനാകാം, ദേഷ്യക്കാരൻ, കള്ളനാകാം, കൊള്ളക്കാരനാകാം, തട്ടിപ്പറിക്കുന്നവനാകാം, ഒന്നും പ്രശ്നമില്ലെന്ന്. എല്ലാ തെറ്റുകളുണ്ട് എന്നറിഞ്ഞിട്ടും എനിക്ക് അവനെ തന്നെ മതി എന്ന് പല പെൺകുട്ടികളും പറയാൻ, വാപ്പയും ഉമ്മയും സത്യം പറഞ്ഞാൽ അതിന് അടിമപ്പെട്ടു പോകാൻ. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെയും ബാപ്പയെയും നമ്മളെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ തന്നെയാണ് നഷ്ടപ്പെടുന്നത് എന്ന് എൻ്റെ പ്രിയമുള്ളവരെ നമ്മളൊന്ന് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം നൽകട്ടെ. നല്ലത് ചിന്തിക്കാനും നല്ലത് പറയാനും നല്ല രൂപത്തിൽ പ്രവർത്തിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതാ പറയുന്നത്, എൻ്റെ പ്രിയമുള്ളവരെ,
നമുക്കിഷ്ടമുള്ളവൻ്റെ കൂടെയല്ല നമ്മൾ ഇറങ്ങേണ്ടത്. നമ്മുടെ ബാപ്പയും ഉമ്മയും നല്ലവണ്ണം അന്വേഷിച്ച് കണ്ടെത്തി നല്ല രൂപത്തിൽ നമുക്ക് കെട്ടിച്ചു തരുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ, നമ്മുടെ ഭർത്താവുണ്ടല്ലോ, നമ്മുടെ ഭാര്യയുണ്ടല്ലോ, അതിൻ്റെ അത്രയ്ക്ക് ബർക്കത്തുള്ളത് വേറെയില്ല. കാരണം നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുടെയും ബാപ്പയുടെയും സന്തോഷങ്ങൾ നമ്മുടെ ആ ഒരു ദാമ്പത്യ ജീവിതത്തിലുണ്ട്. മനസ്സിലാക്കണം, നമ്മൾ അത്രക്കും പവറുള്ള ഒരു ബന്ധം വേറെയില്ല. അള്ളാഹു താല നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ, അള്ളാഹു സലാമത്ത് നൽകട്ടെ. പിരിഞ്ഞ് പ്രയാസപ്പെട്ട് നിൽക്കുന്ന ജീവിതത്തിൽ നിന്ന് അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കൊക്കെ മോചനം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ കുറച്ചും കൂടെ കഴിഞ്ഞാൽ ശരിയാകുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിൽക്കണ്ട. നമ്മുടെ മക്കളുടെ വിവാഹ ജീവിതത്തിൽ തുടക്കം മുതൽക്കേ എന്തെങ്കിലും നമുക്ക് സഹിക്കാൻ കഴിയാത്ത ക്രൂരതകൾ ഉണ്ടെങ്കിൽ, പറഞ്ഞിട്ടും തീരുന്നില്ല എങ്കിൽ, വീണ്ടും വീണ്ടും ഇത് തന്നെ ഇങ്ങനെ ആവർത്തിക്കുകയാണെങ്കിൽ, പെൺകുട്ടികൾ പലരും പറയും എൻ്റെ വാപ്പാന്റെ കണ്ണീര്, അല്ലെങ്കിൽ എൻ്റെ അമ്മ പ്രയാസപ്പെടും, വാപ്പ പ്രയാസപ്പെടൂലേ അല്ലെ. മക്കൾ പറയും, അല്ലെങ്കിൽ വാപ്പയമ്മയും പറയും, സാരല്ല, ഞങ്ങൾക്ക് അതിനേക്കാളും പ്രയാസം സഹിച്ചിട്ടാണ് ജീവിച്ചത്. ഇതെന്താകും, ബൈക്കോന്ന് പറഞ്ഞ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടും. അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസം അല്ലേ. പിന്നെയോ ആ പ്രിയപ്പെട്ട മക്കൾ പിന്നെ അവസാനം വല്ല കയറിലോ വല്ല ബ്ലേഡിലോ അങ്ങനെയൊക്കെ അവരുടെ ജീവിതം അവസാനിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അല്ലെങ്കിലോ ജീവിതകാലം മുഴുവനും ഒരു തൊലാക്ക് ചൊല്ലപ്പെട്ട പെണ്ണായിട്ട്, അല്ലെങ്കിലോ തൊലാക്കും ചൊല്ലിയിട്ടുണ്ടാവില്ലാണ് കൊടുന്നാക്കിക്കുക, എൻ്റെ വീട്ടിൽ ഇങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ അല്ലേ. അവിടെ നിൽക്കാൻ പ്രയാസമാണ്, ഭർത്താവിൻ്റെ വീട്ടിൽ പ്രയാസം, കാരണം ഓൻ്റെ അടിയാണ്, ഓൻ്റെ അമ്മാൻ്റെ പ്രയാസമാണ്, അല്ലെങ്കിൽ വാപ്പൻ്റെ പ്രശ്നങ്ങളാണ്, നാത്തൂൻ്റെ പ്രയാസങ്ങളാണ്, കുത്താണ് അല്ലേ. ഇങ്ങനെയൊക്കെ വീണ്ടും ഇവിടെയും വന്ന് നിൽക്കുന്ന അവസ്ഥ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ സേഫ്റ്റിയാക്കൽ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവർക്ക് നല്ല ഭർത്താവിനെ, നല്ല ഭാര്യയെ, നല്ല ബന്ധത്തെ കണ്ടെത്തി കൊടുക്കേണ്ടത് നമ്മളാണ്. മനസ്സിലാക്കണം നമ്മൾ. അപ്പൊ ജീവിതത്തിൽ അവർക്ക് തുടക്കം മുതൽക്കേ സഹിക്കാൻ കഴിയാത്ത, പറഞ്ഞിട്ടും തീരാത്ത പ്രയാസങ്ങളുണ്ടെങ്കിൽ പരിശുദ്ധമായ ദീന് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ടല്ലോ, അവിടുന്ന് നമുക്ക് മാറിപ്പോരാം, പുതിയ ജീവിതത്തിലേക്ക് നമുക്ക് കടക്കാം. ഹലാലായ മാർഗത്തിൽ ആരെയും പ്രയാസപ്പെടുത്താതെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്നെ വേണ്ട എങ്കിൽ പ്രയാസപ്പെടുത്താതെ ഞാൻ നിങ്ങളിൽ നിന്ന് മാറിത്തരാം എന്ന് പറയാനുള്ള ഒരു പക്വതയും തൻ്റെ ഇടവുമാണ് നമുക്ക് വേണ്ടത്, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്കുണ്ടാവേണ്ടത്. മനസ്സിലാക്കണം. ആ പ്രയാസപ്പെടുത്തുന്നവൻ ചിന്തിക്കണം, നാളെ എന്തവസ്ഥയായിരിക്കും എനിക്ക് വരിക എന്നുള്ളത്. കാരണം ഒരു പെണ്ണിൻ്റെ കണ്ണുനീരെന്ന് പറഞ്ഞാൽ അതിന് വലിയ വിലയുണ്ട്. പെണ്ണിന് അത്രത്തോളം സ്ഥാനം പരിശുദ്ധ ഇസ്ലാമിലുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകൾക്ക് അത്രത്തോളം കൊടുത്തിട്ടുണ്ട്. ആ പെണ്ണെന്ന് ആത്മാർത്ഥമായിട്ട് കരഞ്ഞ് ദുആ ചെയ്താൽ ആ പ്രിയപ്പെട്ട ഭർത്താവ് എന്ന് പറഞ്ഞു നടന്നുകൊണ്ടല്ലോ, അവൻ്റെയൊക്കെ ജീവിതമേ നഷ്ടപ്പെടും, അവൻ്റെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ വരും. മനസ്സിലാക്കണം നമ്മൾ. അപ്പോൾ നമ്മളൊക്കെ ഭർത്താക്കന്മാര്, ഭാര്യമാര് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കി സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടെ ഭർത്താവിൻ്റെ ഉമ്മ, ഭാര്യയുടെ ഉമ്മ, ഭർത്താവിൻ്റെ വാപ്പ, ഭാര്യയുടെ വാപ്പ സ്വന്തം മക്കളെ പോലെ കണ്ടുകൊണ്ട് സന്തോഷത്തോടു കൂടിയുള്ള ഒരു ജീവിതം അവർക്ക് സമ്മാനിക്കാൻ വേണ്ടി ശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മക്കളുടെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഇതൊക്കെ ഞാൻ പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഒരു വിശദമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പറയുന്നത് നമ്മുടെയൊക്കെ നമ്മളൊക്കെ ഈ സമൂഹത്തിലൂടെ പ്രവർത്തിക്കുന്നത് കൊണ്ട്, ഒന്നുകൂടെ ഇറങ്ങി കാണുന്നത് കൊണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അതിലൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതം ഒരിക്കലും നമ്മുടെ കാരണങ്ങളെ കൊണ്ട്, അശ്രദ്ധ കൊണ്ട് പ്രയാസപ്പെടാൻ പാടില്ലല്ലോ. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത്